നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച അതേ വിഷയമാണ്. ജസ്റ്റ് മിസ്സാണ്. വേണമെങ്കിൽ ഒരുപക്ഷെ ഒരു 1-2 ബോൾ അങ്ങോട്ടൊക്കെ ഇട്ടാൽ അവർ ജയിക്കേണ്ട കളി ഇംഗ്ലണ്ട് ഒരുപക്ഷെ ജയിച്ചേനെ. അത് ബോളേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയില് ബുംറ എന്ന് പറഞ്ഞ ഒറ്റൊരു ബോളർ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലത്തെ കളി നമ്മൾ കയ്യിലിരിക്കില്ലായിരുന്നു. കാരണം 18-ാമത്തെ 19-ാമത്തെ ഓവറിലാണെന്ന് തോന്നുന്നു ബുംറ 6 റൺസ് മാത്രമാണ് ബുംറയുടെ ഓവറിൽ പോയത്. ഡെത്ത് ഓവറിൽ ഇത്ര എഫക്റ്റീവ് ആയുള്ള ഒരു വേറെ ബോളർ ഇന്ത്യക്ക് ഇല്ല. ഇന്ത്യക്ക് ആ ഫൈനൽ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ ആളില്ലാതെ വന്നൊരു അവസ്ഥയായി പോയി. അതില് അർഷദീപ് ആണെന്നുണ്ടെങ്കിൽ അർഷദീപ് പവർ പ്ലേയിൽ പഴയ പോലെ വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. ഹർദിക് പാണ്ഡ്യ ആണെന്നുണ്ടെങ്കിലും പഴയ പോലെ ഒരു എന്താ പറയാ തുടക്കത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഇവർക്കും പറ്റണില്ല. അപ്പൊ ബുംറേനാണെങ്കിൽ പല പല ഓവറുകളിലായിട്ടാണ് എറിയിപ്പിക്കുന്നത്. ബുംറയെ ഉപയോഗിക്കുന്നത് കൃത്യമാണോ എന്നുള്ള കാര്യത്തിലൊരു അത് മാത്രമല്ല സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി ഫീൽഡ് പ്ലേസ്മെന്റ് അതിൽ അത്ര സുഖമല്ല. ഈ ബാക്കിയുള്ള ഇന്ത്യക്ക് ഒരുപാട് നല്ല ക്യാപ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സൂര്യകുമാർ യാദവിന് ബോളേഴ്സിനെ യൂസ് ചെയ്യാൻ അറിയില്ല. ഈ എങ്ങനെ ഫീൽഡ് പ്ലേസ് ചെയ്യണം ഒരു എക്സാക്ട്ലി ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് അല്ല സൂര്യകുമാർ യാദവ് ടീം സെറ്റ് ചെയ്യണം. ആ ലാസ്റ്റ് ഓവറിലേക്ക് ദുബൈ വന്നത് സൂര്യകുമാറിന്റെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിട്ട് തോന്നി. ഒരു പക്ഷെ ആ സമയത്ത് സ്പിന്നർ അക്ഷർ പട്ടേലിന് കൊടുത്തിരുന്നെങ്കിൽ കളി ഗതി അല്ല, ആ സമയത്തല്ല, ഇതിന് മുന്നേ പ്ലാൻ ചെയ്യണമല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അത്രയും വലിയ ഹൈ സ്കോറിംഗ് ഗെയിം ആകുമ്പോൾ അത് ഒരു ദുബൈ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ അറിയിക്കായിരുന്നു. അത് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ഒരു സ്പിന്നർക്ക് അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് എത്രത്തോളം അത് യൂസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഫാസ്റ്റ് ബോളേഴ്സിന് അത്ര എറിഞ്ഞ് കളി പിടിച്ചതാണ്. ഹർദിക് പാണ്ഡ്യ ആയാലും ബുംറ ആയാലും അത് കളി എറിഞ്ഞ് പിടിച്ചു. ഇനി അത് കഴിഞ്ഞ് ഇനി സ്പിന്നർ കഴിയുമ്പോൾ ബാറ്റർമാർക്ക് കൂടുതൽ അനുകൂലമായിരിക്കും. കാരണം മൂവ്മെന്റ് കിട്ടൂല. മൂവ്മെന്റ് കിട്ടാണ്ടായി കഴിയുമ്പോൾ ബാറ്റർമാർക്ക് പെട്ടെന്ന് കളി ചെയ്യാം. ഇംഗ്ലണ്ടിനെക്കാട്ടിൽ കൂടുതൽ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ബാറ്റർമാരാണ് ന്യൂസിലൻഡ് ടീമിലുള്ളത്. അപ്പൊ ഈ ഒരു ഇന്നലെ കളിച്ച ഒരു കളി വെച്ച് ഫൈനലിൽ ഇറങ്ങിയ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ബോളിംഗ് സെറ്റപ്പ് സെറ്റപ്പില് നമുക്ക് ചേസിങ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാവും. കാരണം ഈ ബോളിംഗ് ലൈനപ്പ് വെച്ച് ഒന്നാമത് ക്യാപ്റ്റൻസി കുറച്ച് പ്രശ്നമാണ്, ബോളിംഗ് വീക്കാണ്. അപ്പൊ ഇത് വെച്ച് പിടിച്ചേക്കാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കണ്ടു തന്നെ അറിയാം.